പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് കാശിയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അയോധ്യ, മധുര, മായ, കാശി. നാലാമത്തേത് കാശി. ഗംഗാ നദി അതിൻ്റെ പാവനതയുടെ പാരമ്യതയിലെത്തുന്നത് കാശിയിലെത്തുമ്പോഴാണ്. വരുണ, അസി നദികൾക്കിടയിലുള്ള നഗരമായതിനാൽ ഇതിനെ വാരണാസി എന്നും പേരുണ്ട്. ഇംഗ്ലീഷുകാർ ബനാറസ് എന്നും ഇതിനെ വിളിച്ചിരുന്നു. 12 ജ്യോതിർലിംഗങ്ങളിലൊന്ന് സാക്ഷാൽ വിശ്വനാഥനായി ഇവിടെ വാണരുളുന്നു. വേദം, പുരാണം, ഇതിഹാസങ്ങൾ, നിരവധി സാഹിത്യകൃതികൾ, ബൗദ്ധ ജൈന സാഹിത്യകൃതികൾ, കവികളും ചിത്രകാരന്മാരും ഇതിൻ്റെ അലൗകികതയെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു പ്രസിദ്ധ വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയാണ്. ഇന്നും ബനാറസ് ഹിന്ദു സർവകലാശാല ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. ദേവിയുടെ കർണകുണ്ടലമുള്ള ശക്തിപീഠം ഇവിടെയാണ്. സുപാർശ്വനാഥ്, പാർശ്വനാഥ് എന്നീ ജൈനതീർത്ഥ ശങ്കരന്മാരുടെ ജന്മഭൂമിയാണിത്. ശ്രീബുദ്ധൻ ധർമ്മപ്രഭാഷണം നടത്തിയ സാരാനാഥ് ഇവിടെ അടുത്താണ്. ജഗദ്ഗുരു ആദിശങ്കരാചാര്യൻ, കബീർദാസ്, രാമദാസ്, അദ്വൈതാചാര്യൻ, മധുസൂദന സരസ്വതി, രവിദാസ് എന്നിവർ ഈ നഗരത്തെ കർമ്മഭൂമിയാക്കിയ മഹാത്മാക്കളിൽ ചിലരാണ്. ഇവിടെ വച്ചാണ് ശങ്കരാചാര്യർക്ക് ശ്രീ വിശ്വനാഥൻ ചണ്ടാള രൂപത്തിൽ ദർശനം നൽകിയത്. ദൂരെ മാറാൻ പറഞ്ഞ ആചാര്യനോട് ശരീരമോ ആത്മാവോ ഏതാണ് അപവിത്രമെന്ന് ചോദിച്ച ചണ്ടാളൻ, ശരീരമാണെങ്കിൽ എൻ്റെയും അങ്ങയുടെയും ഒരേ തത്വങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവയാണെന്നും, മനസ്സാണെങ്കിൽ അതേ തത്വമാണെന്നും, ആത്മാവാണെങ്കിൽ അതെല്ലാം ഒന്നു തന്നെയാണല്ലോ എന്ന് പഠിപ്പിക്കുന്നു. അപ്പോഴാണ് ശ്രീ ശങ്കരാചാര്യർ മനീഷാ പഞ്ചകം ചൊല്ലി ശ്രീ ചണ്ടാളനായി വന്ന പരമശിവനെ തിരിച്ചറിയുകയും സ്തുതിക്കുകയും ചെയ്തത് ഈ സ്ഥലത്ത് വെച്ചാണ് എന്ന് മനസ്സിലാക്കുക. മഹാപ്രളയത്തിനു ശേഷം ആരംഭിച്ച സൃഷ്ടിയിലെ ആദ്യ നഗരം കാശിയായിരുന്നു. ഇതാണ് ഹിന്ദുവിൻ്റെ വിശ്വാസം. അവിടെ മരിച്ചാൽ മോക്ഷം ഉറപ്പാണ് എന്ന് ഹിന്ദുക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു. കാശ്യാം മരണാത് മുക്തിഹി എന്നും ആപ്തവാക്യം. കാശി വിശ്വനാഥ ക്ഷേത്രവും നിരവധി മറ്റു ക്ഷേത്രങ്ങളും മഠങ്ങളും ഔറംഗസേബ് എന്ന മുഗൾ രാജാവ് തകർത്തു കളഞ്ഞു. പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ ഇൻഡോറിലെ അഹല്യാബായി അത് പുനർനിർമ്മിക്കുകയും മഹാരാജ രഞ്ജിത് സിംഗ് കാശി വിശ്വനാഥ ക്ഷേത്രത്തെ പൊന്നുപൊതിയുകയും ചെയ്തു. പഴയ ക്ഷേത്രം ജ്ഞാനവാവി മസ്ജിദ് എന്ന പേരിൽ ഇന്നും മോക്ഷം കാത്ത്, മുക്തി കാത്ത് നിൽക്കുകയാണ്. ബനാറസ് സിൽക്കിനും ഈ നഗരം പ്രസിദ്ധമാണ്. ഇന്നും കാശിക്ക് പോകുക എന്ന ചടങ്ങ് നമ്മുടെ നാട്ടിലെല്ലാം പതിവുള്ളതാണ്. കാശി നഗരം ഉത്തർപ്രദേശിൻ്റെ കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടുത്തെ ഗംഗാതീരത്ത് സ്ഥിതി ചെയ്യുന്ന ദശാശ്വമേധ് ഘാട്ട്, മണികർണിക ഘാട്ട് ഇതെല്ലാം പല കർമ്മങ്ങളിലും പ്രസിദ്ധമാണ് എന്നറിയുക. കാശി ഭാരതീയ സംസ്കാരത്തിൻ്റെ ആചാരങ്ങളുടെ ഒരു തലസ്ഥാനം എന്നു തന്നെ വിശേഷിപ്പിക്കാം. 3000-ൽ പരം ക്ഷേത്രങ്ങളുടെ സമന്വിത രൂപമാണ് കാശി. കാശിയിൽ ഏറ്റവും പ്രസിദ്ധമായത് കാശിയിലെ വിശ്വനാഥ ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കുക. നന്ദികേശൻ നോക്കി നിൽക്കുന്നുണ്ട്. ശ്രീകോവിലിനുള്ളിൽ ശിവന്റെ മുഖത്തേക്കാണ് നന്ദികേശൻ നോക്കേണ്ടത്. പക്ഷെ നോക്കുന്നിടം പള്ളിയാണ്. നന്ദികേശൻ ഇപ്പോഴും അവിടെയുണ്ട്. ഈ വാരണാസിയാണ് ഭാരതത്തിൻ്റെ അഭിവന്ദ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ലോക്സഭാ മണ്ഡലം എന്നുകൂടി അറിയുക. കാശിയിൽ മരിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് പറയുന്നതാണ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള ഭാരതത്തിൻ്റെ സംസ്കാരം, ഏകതയുടെ സംസ്കാരം. നമ്മുടെ നാട്ടിലെ വികല ചരിത്രകാരന്മാർ നമ്മളെ പഠിപ്പിക്കാറുണ്ട്, സായിപ്പ് ഇവിടെ വന്നതിന് ശേഷമാണ് ഇന്ത്യ ഒരു രാജ്യമായത്. തമ്മിലടിക്കുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യയെ ഒരു രാജ്യമാക്കി മാറ്റിയത് സായിപ്പന്മാരാണ്. നോക്കൂ, രാജ്യവും രാഷ്ട്രവും രണ്ടാണ്. രാജ്യം ഒരു രാജാവ് ഭരിക്കപ്പെടുന്ന അതിർത്തി നിശ്ചയിക്കപ്പെട്ട ഭൂപ്രദേശത്തെ രാജ്യമെന്നും
സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദേശീയത അടിസ്ഥാനത്തിൽ ഒന്നിക്കപ്പെട്ട ജനതതി ജീവിക്കുന്ന ഒരു വലിയ ഭൂഭാഗത്തെ രാഷ്ട്രമെന്നും വിളിക്കുന്നു. എല്ലാ കാലത്തും അധികാരത്തിനു വേണ്ടി രാജാക്കന്മാർ തമ്മിലടിച്ചിട്ടുണ്ട്. അത് ഇന്നുമുണ്ട്. ഇനി കൊറോണ സമയത്ത് കർണാടകയുടെ അതിർത്തിയിൽ അവർ മണ്ണിട്ട് മൂടുന്നു. തമിഴ്നാടിൻ്റെ അതിർത്തി വിട്ട് മലയാളിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ചെറുതും വലുതുമായ രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തതയുണ്ട് എങ്കിലും നാട്ടുരാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ ഇന്നും തമ്മിലടിയുണ്ട്. കാവേരി നദിയെ ചൊല്ലിയിട്ട് തമിഴ്നാടും കർണാടകവും അടിയുള്ളപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെ ചൊല്ലി നമ്മളും തമിഴ്നാടും തമ്മിൽ സംഘർഷമുണ്ട്. ആന്ധ്രാപ്രദേശിനെ വെട്ടിമുറിക്കാൻ വേണ്ടി രക്തരൂക്ഷിതമായ കലാപം നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് തെലുങ്കാന ഉണ്ടാകുന്നത്. ഇതെല്ലാ കാലത്തുണ്ട്. പക്ഷേ ഭാരതത്തിന്റെ ഏത് കോണിൽ ജീവിക്കുന്ന ഹിന്ദുവും വിശ്വസിക്കുന്നു കാശിയിൽ മരിച്ചാൽ മോക്ഷം കിട്ടും. ജമ്മു കാശ്മീരിൽ ജീവിക്കുന്ന ഹിന്ദു പിതൃതർപ്പണത്തിന് വേണ്ടി രാമേശ്വരത്തേക്ക് വരുന്നു. കാലടിയിൽ ജനിച്ച ശങ്കരൻ ഭാരതത്തിന്റെ 4 കോണുകളിൽ 4 ആശ്രമങ്ങൾ പണിതു. ഓരോ ആശ്രമത്തിനും ഓരോ വേദത്ത് നൽകി എന്ന് മനസ്സിലാക്കുക. ഹിമാലയം സമാരഭ്യ യാവതിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ഈ പുണ്യദേശം, ദേവനാൽ നിർമ്മിക്കപ്പെട്ട ദേശം, എക്കാലത്തും സാംസ്കാരികമായിട്ട് ഏകതയിൽ വർത്തിച്ച ചിരപുരാതന രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നതാണ് കാശി എന്ന് മനസ്സിലാക്കുക. കാശിയെക്കുറിച്ച് നമ്മൾ ഇന്ന് മനസ്സിലാക്കി. അടുത്ത നഗരത്തെക്കുറിച്ച് നമുക്ക് നാളെ സംവദിക്കാം. നന്ദി, നമസ്കാരം. ഭാരത് മാതാ കി ജയ്.